ഇലക്ട്രിക് ബസ് വിഷയം വരുന്ന കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യും. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ പിന്നോട്ടില്ലാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷും മന്ത്രി കെ ഗണേഷ് കുമാറും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചതിനു പിന്നാലെയുള്ള ആദ്യ കൗൺസിൽ യോഗത്തിൽ വിഷയം ചർച്ചയാക്കാനാണ് BJPയുടെ നീക്കം. വി രാജേഷാണ് ഇലക്ട്രിക് ബസ്സിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. കോർപ്പറേഷൻ പരിധിക്ക് പുറത്ത് ബസ് ഓടിക്കുന്നത് കരാർ ലംഘനമാണെന്നാണ് മേയറുടെ വാദം. എന്നാൽ കരാർ ലംഘിച്ചിട്ടില്ലെന്നാണ് ഗണേഷ് കുമാർ മറുപടി നൽകിയത്. നഗരത്തിലെ വായുമലിനീകരണം കുറയ്ക്കാൻ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് KSRTCക്ക് കോർപ്പറേഷൻ വാങ്ങി നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ മാത്രം ഓടിയാൽ മതിയെന്നാണ് വി രാജേഷിന്റെ നിലപാട്. കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ 113 ബസ്സുകളും തിരികെ നൽകാൻ തയ്യാറാണെന്നും പിന്നീട് KSRTC ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്നും മന്ത്രി കെ ഗണേഷ് കുമാർ പ്രതികരിച്ചിരുന്നു. എന്നാൽ ബസ്സുകൾ തിരിച്ചെടുക്കാൻ ഉദ്ദേശമില്ലെന്നും വരുന്ന കൗൺസിൽ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് മേയർ പറയുന്നത്. എന്നാൽ നഗരത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കാമെന്ന് കരാറിൽ പറയുന്നുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ മാത്രമേ സർവീസ് നടത്താൻ പാടുള്ളൂവെന്ന നിർബന്ധ വ്യവസ്ഥയില്ല. ലാഭവിഹിതം കോർപ്പറേഷന് നൽകണമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ടെങ്കിലും അതിനായി ഉന്നതതല സമിതി രൂപീകരിക്കണമെന്നാണ് കരാർ. ഈ സമിതി നിലവിൽ രൂപീകരിച്ചിട്ടില്ല.